അതിന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ ആരെയെന്നല്ലേ നിങ്ങൾ വിചാരിക്കണേ? അതിന് നോക്കിക്കൊണ്ടിരുന്ന നാദുവിനെയാണ്. നാദു അവിടെ ടോയ്ലറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു, മറ്റേ ക്വീൻസ് വിലയുള്ള. അതിനെ നേരെ ഡേ കയറിയെന്ന് വിളിച്ചുകൊണ്ട് വന്ന ഒരു കോലമുണ്ട് അത്. അതുകൊണ്ട് ഡ്രസ്സൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് പ്ലാൻഡൊന്നും അല്ലായിരുന്നു. നാദു ഈ വഴി വന്നപ്പോൾ അതിനായിട്ട് എന്നെ ഓഫീസിൽ വിളിക്കാൻ വേണ്ടി വന്നതാണ്. ഡേ കെയറിൽ നിന്ന് വിളിച്ച് ആ സെയിം ഡ്രസ്സ് ഇട്ടിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ വിചാരിച്ചെന്നാൽ എന്തായാലും പോണ വഴിക്ക് തന്നെയാണ് ക്യൂൻസുകൾ. അപ്പോൾ ക്യൂൻസുകൾ പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറിയതാണ്. അപ്പോൾ അവിടെ കയറിയപ്പോൾ ഞങ്ങൾ ഒരു ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനായിരുന്നു ഓറഞ്ച് ജ്യൂസ്. എനിക്ക് എഗ് റോളും ഞാൻ അത് സമൂസ ചാറ്റായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിന് ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതിനൊരു ബ്രഷ് വാങ്ങിക്കണം എന്നുള്ള പ്ലാനിലാണ് കയറി. അതിന് മൊത്തം ഇപ്പോൾ 6 പല്ല് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രഷ് ചെയ്യാനുള്ളതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പേസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രഷിൻ്റെ കൂടെ തന്നെ അതിന് സെപ്പറേറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അറിയാലോ കയറിക്കാൻ അതിൻ്റെ അലമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ആ ട്രോളിയിൽ ഇരുത്തിയതായിരുന്നു കേട്ടോ. പിന്നെ ഈ ക്യാൻഡിൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ കത്തിക്കുമ്പോൾ ഇങ്ങനെ സ്മെല്ല് വരുന്ന ക്യാൻഡിലില്ലേ, അത് വാങ്ങിക്കണം എന്ന്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ടോയ്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് അതിനേലും കൂടുതൽ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. അതുകൊണ്ടോ പിന്നെ ഞാൻ ആ ബ്രഷ് പെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കുറേ നാളത്തെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സാധനമായിരുന്നു. അന്ന് ചോദിച്ചപ്പോൾ ഞാൻ അത് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോണത് അബ്രുവിൻ്റെ സുന്നത്ത് എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ പള്ളിപ്പോക്കാണ് ഈ ഫ്രൈഡേ, അതായത് ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെ പുതുക്കലോട്ടത്തുള്ള ഒരു ഷോപ്പിലാണ്, അതായത് അവിടെ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തു തരും, അങ്ങനത്തെ ഷോപ്പായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് റെഡിമെയ്ഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കന്തൂർ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കന്തൂർ എന്ന് തന്നെയാണ് തോന്നുന്നു കേട്ടോ പറയണത്. കന്തൂർ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അതിന് ഈ തലയിലൊക്കെ വെക്കൂലേ പള്ളി പോകുമ്പോൾ വേണ്ടിയിട്ട്. അപ്പോൾ ആ സംഭവമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും വീട്ടിലിടുന്ന ഒരു കോലത്തിലാണ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓഫീസ് കഴിഞ്ഞിട്ട് ഒരുമാതിരി കോലമായിരുന്നു. അബ്രുവിന് നടക്കാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ. സുന്നത്തെ അതിനോണ്ടിട്ട് അധികം അങ്ങോട്ട് നടക്കാൻ പറ്റില്ല, വളഞ്ഞൊക്കെ നടന്നിരുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ സ്റ്റാൻഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾക്ക് പറഞ്ഞില്ല ഒരുമാതിരി കോലായതുകൊണ്ടിട്ട് പ്രത്യേകിച്ച് വേറെ എവിടെയും കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റാൻഡിൽ കയറിയിട്ട്. അതിന് ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ സ്റ്റാൻഡ് വാങ്ങിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒറ്റയ്ക്ക് കഴിക്കണം അതിനും ആദ്യമായിട്ടാണ്. അബ്രുവിന് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ കാർ ആശീഷിൽ ഇട്ടിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ തിരിച്ച് വന്ന് കാർ എടുത്ത് കുറച്ച് സാധനങ്ങളോട് വാങ്ങിക്കാനുണ്ടായിരുന്നു.